അതിനെയൊക്കെ ചികിത്സിക്കേണ്ടതാണ്. രോഗമാണ്, മാനസിക രോഗമാണ്. ഗുരുവായൂരെ അന്തരീക്ഷം സാത്വികമാണ്. അവിടെ ആരും ഉറഞ്ഞു തുള്ളുന്ന ദൃശ്യം നമുക്ക് കാണാൻ സാധ്യമല്ല. ശാക്തേയ കാവുകളിൽ രജോഗുണ പ്രധാനമായ ഉപാസനയും ആരാധനയുമാണ് നടക്കുന്നത്. കൊടുങ്ങല്ലൂർ അശ്വതി കാവു തീണ്ടലിനോടനുബന്ധിച്ച് കോമരങ്ങൾ ഉറഞ്ഞു തുള്ളി കാവു തീണ്ടുന്നതും പരിസരബോധം മറഞ്ഞ് നിറുക വെട്ടി ഭഗവതിയുടെ മുന്നിൽ വെട്ടിത്തെളിയുക എന്ന ചടങ്ങ് നടത്തുന്നതുമൊക്കെ സോഷ്യൽ മീഡിയയിൽ, സാമൂഹ്യ മാധ്യമങ്ങളിലും പൊതുമാധ്യമങ്ങളിലുമൊക്കെ ഇന്ന് വളരെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഈ വർഷത്തെ ഒരു ദൃശ്യം സാമൂഹ്യ മാധ്യമങ്ങളിൽ പലരും ചർച്ച ചെയ്യുന്നത് ഒരു സ്പെയിൻകാരിയായിട്ടുള്ള മദാമ്മ, അവർ യൂട്യൂബറാണ്. അവർ വീഡിയോ എടുക്കുന്നതിനിടയിൽ ബോധം മറിഞ്ഞ് ഭഗവതി ആവേശിച്ച് ആ കാവു തീണ്ടുന്ന പരിസരത്ത് കോഴിക്കല്ലിൽ തലയടിച്ച് അവർ വീഴുന്നതും അട്ടഹസിക്കുന്നതുമൊക്കെയായ ദൃശ്യം കണ്ടിട്ട് പലരും പരിഹാസ രൂപത്തിലൊക്കെ പറയുന്നുണ്ടായിരുന്നു. അതുപോലെ യുവതികളായ ചില കുട്ടികൾ കാവു തീണ്ടാൻ വെത്തി പരിസരബോധം മറന്ന് ഭഗവതിയുടെ മുന്നിൽ ഉറഞ്ഞാടുന്നത് കണ്ടിട്ടും അതിനെയൊക്കെ ചികിത്സിക്കേണ്ടതാണ്, രോഗമാണ്, മാനസിക രോഗമാണ് എന്നൊക്കെ തരത്തിൽ പ്രബുദ്ധ കേരളീയർ എന്ന് നടിക്കുന്ന ചിലർ പ്രസ്താവനകൾ നടത്തുന്നുണ്ട്. എന്താണ് യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിക്കുന്നത്? നമുക്കറിയാം, ശാക്തേയ കാവുകളിലൊക്കെ, അത് കൊടുങ്ങല്ലൂരിൽ മാത്രമല്ല മറ്റു പല ശാക്തേയ കാവുകളിലും സമാനമായ ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും. ഹൈന്ദവ ആരാധനാ പദ്ധതിയിൽ വ്യത്യസ്തത പുലർത്തുന്ന നിരവധി സമ്പ്രദായങ്ങളുണ്ട്. ഓരോ മനുഷ്യന്റെ ഉള്ളിലും സത്വം, രജസ്, തമസ്, ഈ 3 സ്വഭാവ സവിശേഷതകളുണ്ട്. അതിൽ ശാക്തേയ കാവുകളിൽ രജോഗുണ പ്രധാനമായ ഉപാസനയും ആരാധനയുമാണ് നടക്കുന്നത്. ആ ശാക്തേയ കാവുകളിൽ നമുക്കറിയാം, കൊടുങ്ങല്ലൂർ കാവ് എന്ന് പറയുന്നത് രുരുചിത് വിധാനം അനുസരിച്ച് പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഒരു കാവാണ്. അവിടെ ഭദ്രകാളി വടക്കോട്ട് ദർശനമായി, ശിവൻ കിഴക്കോട്ട് ദർശനമായി, ആ ഭദ്രകാളി പ്രതിഷ്ഠയോട് ചുറ്റി സപ്തമാതൃക്കളുടെ സങ്കല്പം. ഇങ്ങനെ കേരളത്തിൽ 13 കാവുകളാണ്. ഈ 13 രുരുചിത് കാവുകളും ഉഗ്ര സ്വഭാവത്തോടു കൂടിയുള്ള ഭദ്രകാളിയാണ്. അപ്പം ആ ക്ഷേത്രത്തിലെ പൂജയും നൈവേദ്യവും എല്ലാം, അവിടുത്തെ അനുഷ്ഠാനവും എല്ലാം രാജസപ്രധാനമായ രൗദ്രബോധമുണർത്തുന്ന തരത്തിലുള്ള ഒന്നാണ്. ഇത് സത്യത്തിൽ വെളിച്ചപ്പാട് വ്രതമെടുത്ത്, ഈ വെളിച്ചപ്പാടെന്നോ അല്ലെങ്കിൽ ഓരോ തരത്തിൽ ഓരോ പ്രദേശത്ത് പല രീതിയിലാണ് പറയുന്നത്, അവർ വ്രതമെടുത്ത് പള്ളിവാളും ചിലമ്പും അണിഞ്ഞ് അവിടെ വരുന്ന സമയത്ത് അവരുടെ ബോധമണ്ഡലം ആ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാമൂർത്തിയുടെ, അവിടുത്തെ ആചാര പദ്ധതിയുടെ അനുസരിച്ച് അവരുടെ ബോധമണ്ഡലം വൈബ്രേറ്റ് ചെയ്ത് തുടങ്ങുന്നതാണ്. ആ സമയത്ത് അവർക്ക് പരിസരബോധം നഷ്ടപ്പെട്ടു പോകുക എന്നുള്ളത് സ്വാഭാവികമാണ്. ഒരു കാന്തിക മണ്ഡലത്തിൽ എത്തുന്ന ഒരു പച്ചിരുമ്പ് ഏതു തരത്തിലാണോ ആ കാന്തിക മണ്ഡലത്തോട് പ്രതികരിക്കുന്നത്, അതേപോലെ അവരുടെ ഉപബോധ മനസ്സ് അവിടുത്തെ അനുഷ്ഠാനങ്ങൾക്കും ആചാരങ്ങൾക്കും അനുസൃതമായി ചലിച്ചു തുടങ്ങുക എന്നുള്ളതാണ്. അത് മനസ്സിന്റെ ഒരു സവിശേഷതയാണ്. നമുക്കറിയാം, അവിടുത്തെ വർണ്ണം തന്നെ ചുവപ്പാണ്. ആ മൂർത്തിയുടെ ആ രൗദ്രതയെ ദ്യോതിപ്പിക്കുന്ന വർണ്ണം തന്നെ അവിടെ ഉപയോഗിക്കുന്നു. ഇപ്പൊ കൃഷ്ണന് മഞ്ഞപ്പട്ടാണ് കൊടുക്കുന്നത്. ഗുരുവായൂരെ അന്തരീക്ഷം സാത്വികമാണ്. അവിടെ ആരും ഉറഞ്ഞു തുള്ളുന്ന ദൃശ്യം നമുക്ക് കാണാൻ സാധ്യമല്ല. അപ്പം കൊടുങ്ങല്ലൂർ കാവിലെ ആ കാവു തീണ്ടൽ പോലെയുള്ള അനുഷ്ഠാനം എന്ന് പറയുന്നത് ആ ഒരു ശക്തി മണ്ഡലത്തിലേക്ക് എത്തുമ്പോൾ സമാനമായ ഒരു ബോധതലത്തിലേക്ക് അവർ അറിയാതെ ഉയരുകയാണ്. അവിടെ സംഭവിക്കുന്നത് ഒരിനം കഥാർസിസ് ആണ്. അതൊരു സാഹിത്യപരമായൊരു ടെക്നിക്കൽ പ്രയോഗമാണ് ഈ കഥാർസിസ് എന്ന് പറയുന്നത്. ഒരു വികാര വിമലീകരണം എന്ന് പറയും. അപ്പം അവരുടെ ഉള്ളിൽ ഉണ്ടാകുന്ന വികാരങ്ങളുടെ ഒരു ബഹിർസ്ഫുരണം അല്ലെങ്കിൽ ഒരു ബഹിർഗമനം സംഭവിച്ച് അവര് ആ അബോധമായി ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അവരുടെ മനസ്സിനെ റിലാക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അവിടെ നിന്ന് ശക്തി സംഭരിക്കുന്നു എന്ന ഒരു ബോധം അവർക്കുണ്ടാവുന്നു. ഒരു വർഷത്തേക്ക് അവരുടെ ക്ഷേത്ര സങ്കേതമുണ്ടാവാം, അവരുടെ ഉപാസനാ പീഠമുണ്ടാകാം. അവിടേക്ക് ഭഗവതിയുടെ പ്രതിപുരുഷനായിട്ടാണ് അവർ പോകുന്നത്. അപ്പൊ അതുകൊണ്ടാണ് അവർ വെട്ടിത്തെളിയുക എന്ന് പറയുന്നത്. അവർ സ്വയം അവരുടെ നെറ്റിയിൽ വാൾ ഉപയോഗിച്ച്, നാന്തകം ഉപയോഗിച്ച് പോറൽ വീഴ്ത്തി ചോര അവിടെ വീഴിക്കുന്നു. അതോടുകൂടി അവർ ഭഗവതിയുമായി തന്മയീഭവിക്കുകയാണ്. അപ്പം ആ ചുവപ്പ്, ചോരയുടെ ചുവപ്പ്, ഭഗവതിയുമായി അവര് താതാത്മ്യം പ്രാപിക്കുകയാണ്.
അവര് ഒരിനം രക്തം കൊണ്ട് അവർ ഭഗവതിയെ പ്രീതിപ്പെടുത്തുകയാണ്. അപ്പം ഒരു വൈകാരിക മണ്ഡലം അവിടെ ഉണ്ടാകുന്നുണ്ട്. അത് സ്പെയിൻകാരിയാണെങ്കിലും ആത്മാർത്ഥമായിട്ട് അവിടെ വന്നു കഴിഞ്ഞാൽ ആ വൈകാരിക മണ്ഡലത്തിലേക്ക് പ്രവേശിച്ചാൽ സ്വാഭാവികമായും ആ വൈകാരിക മണ്ഡലത്തിന്റെ ഫ്രീക്വൻസിക്ക് അനുസരിച്ച് അവരുടെ മനസ്സും വൈബ്രേറ്റ് ചെയ്യും. ആ വൈബ്രേഷൻ നിഷ്കളങ്ക മനസ്സിലെ പ്രതിഫലിക്കും. നിഷ്കളങ്കമായ മനസ്സിൽ അല്ലെങ്കിൽ ശ്രദ്ധയുള്ള മനസ്സിൽ, സാധനയുള്ള മനസ്സിൽ ഈ വൈബ്രേഷൻ ഉണ്ടാവും. ആ വൈബ്രേഷനാണ് അവിടെയുള്ള കോമരങ്ങളെ അങ്ങനെ ഉറഞ്ഞാടാൻ പ്രേരിപ്പിക്കുന്നത്. അത് സയൻസ് ആണ്. സത്യത്തിൽ അതൊരു മനഃശാസ്ത്ര ട്രീറ്റ്മെന്റ് തന്നെയാണ്. അല്ലാതെ മറ്റു പലരും പറയുന്ന പോലെ ഭ്രാന്താണ്, ആ കുട്ടിയെ ചികിത്സിപ്പിക്കണം, അല്ലെങ്കിൽ മദാമ മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ടാണ്, ഇങ്ങനെയൊക്കെയുള്ള ആഭാസങ്ങൾ പലരും പറയുന്നുണ്ട്. സത്യത്തിൽ ഹിന്ദു ക്ഷേത്രങ്ങൾ ഈ പറയുന്ന പോലെ ശാക്തേയം ക്ഷേത്രങ്ങൾ പ്രത്യേകിച്ച് രാജസിക ഭാവത്തെ ആ ഉയർത്തി വിമലീകരിപ്പിക്കുന്ന സങ്കേതമാണ്. ഗുരുവായൂർ പോലെയുള്ള സ്ഥലങ്ങൾ സത്വഭാവത്തെ ഉയർത്തുന്നതാണ്. ഇനി മറ്റു ചില തമോ ഗുണങ്ങളെ ഉയർത്തി വിമലീകരിക്കുന്ന സങ്കേതങ്ങളും ഉണ്ട്. അപ്പൊ മനുഷ്യനിലെ ഈ 3 ഗുണങ്ങളെ ഉയർത്തി വിമലീകരിക്കുക എന്ന പ്രക്രിയയാണ് ഈ സങ്കേതങ്ങളിൽ നടക്കുന്നത്. ഒരു സൈക്കോളജിക്കൽ പ്രോസസ്സാണത്. എല്ലാ ക്ഷേത്രത്തിനും അതനുസരിച്ചുള്ള നേദ്യങ്ങളുണ്ട്, അനുഷ്ഠാനങ്ങളുണ്ട്, സമ്പ്രദായങ്ങളുണ്ട്. അതുമായി തന്മയീഭവിക്കുന്നവർക്ക് ഇത്തരത്തിലുള്ള അമാനുഷമായ പ്രവൃത്തികൾ, പ്രകടനങ്ങൾ ഉണ്ടാവും. അത് സയൻസാണ്. സത്യത്തിൽ അത് ഒരു വികാര വിമലീകരണം, ഒരിനം മനഃശാസ്ത്രപരമായ പ്രോസസ്സാണ് നടക്കുന്നത്. അത് അവരെ ഒന്നുകൂടി നവീകരിക്കുകയാണ് ചെയ്യുന്നത്. ഒരു വർഷത്തേക്കുള്ള ചാർജിങ് ആണ് നടക്കുന്നത്. ആ ചാർജിങ്ങിന്റെ ഭാഗമായി ആ ശക്തിമണ്ഡലത്തിലെത്തിയ ഇതുമായി വലിയ പരിചയമില്ലാത്ത ഒരു വിദേശ വനിതയ്ക്ക് പോലും അവിടെ ആ അനുഭൂതി അനുഭവിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ കൊടുങ്ങല്ലൂർ ഭദ്രകാളി ഭരദേവത എത്രത്തോളം ശക്തി സമ്പന്നയാണ് എന്ന് തെളിയിക്കുന്ന ഒരു സംഭവമാണ് സത്യത്തിൽ അവിടെ നടന്നത്.